നമ്മളെ വീട്ടമ്മമാർക്ക് ഉപകാരമുള്ള കുറച്ചധികം ടിപ്സ് ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. പഴുക്കാത്ത പഴങ്ങളൊക്കെ നമ്മളൊരു പഴയ കുക്കർ ഉപയോഗിച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ പഴുപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഒരിക്കലും മറക്കരുത് കേട്ടോ. നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും എന്തെങ്കിലും പൊടിയൊക്കെ മേടിച്ചാൽ പകുതി പൊടി കവറിൽ തന്നെ ഉണ്ടാവും. പിന്നെ നമുക്കത് എന്ത് ചെയ്യണം, അതിങ്ങനെ തുറന്ന് കിടന്നാൽ കേടരും. അപ്പോൾ നമ്മൾ ബാൻഡ് ഇട്ട് വയ്ക്കുക അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് ആ ഒരു കവർ വെച്ചിട്ട് നമുക്കത് സേഫായിട്ട് വെക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ടിപ്പാണ് ഞാൻ കാണിച്ചു തരുന്നത്. നമ്മൾ ആ ഒരു പൊടിൻ്റെ കവർ ഇങ്ങനെ പിടിക്കാണ്ട് ആ പൊടിയൊക്കെ ഒന്ന് ഒതുക്കി കൊടുത്ത ശേഷം ഇതേപോലെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ആ ഒരു രണ്ട് സൈഡും ഇതേപോലെ ഇങ്ങനെ ത്രികോണ രീതിയിൽ മടക്കുക. ഇങ്ങനെ മടക്കിയെടുത്ത ശേഷം കണ്ടില്ലേ, ഇതേപോലെ മടക്കിയെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ അത് തിരിച്ചൊന്ന് വെക്കുക. തിരിച്ച് വെച്ചിട്ട് അതിങ്ങനെ എന്ത് ചെയ്യണം, ആ ഒരു ഭാഗത്തുനിന്ന് ആ ത്രികോണം പോലുള്ള ആ ഒരു ഭാഗത്തുനിന്ന് ഇതേപോലെ ഇങ്ങനെ മടക്കി മടക്കി കൊടുക്കുക. മടക്കി മടക്കി നമ്മളെ പൊടിയുള്ള ആ ഒരു ഭാഗത്തോട്ട് ഇങ്ങനെ കൊണ്ടുവരിക. സിമ്പിളാണ്. നമുക്കിപ്പോൾ ഒരു റബ്ബർ ബാൻഡിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ ഒന്നും ഒരു ആവശ്യം നമുക്ക് വരുന്നില്ല കേട്ടോ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ പൊടികളൊന്നും ഇനി നാശമായി പോവില്ല കേട്ടോ. ഇങ്ങനെ മടക്കി കൊടുന്ന ശേഷം പിന്നെ നമുക്ക് ആ ഒരു ഭാഗത്തുണ്ടാവില്ലേ, ഇങ്ങനൊരു ഇതുണ്ടാവും. ആ ഒരു ഭാഗം ഇങ്ങോട്ടൊന്ന് കവർ ചെയ്ത് കൊടുക്കണം. കണ്ടില്ലേ, ഇതേപോലെ ഒരു മടക്കിയ ഭാഗത്തുനിന്ന് ആ ഒരു കവറിൻ്റെ പീസ് ഇങ്ങനെ ഉള്ളിലേക്ക് ഒന്ന് പുറത്തുനിന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം. ഇങ്ങനെ വലിച്ചു കൊടുക്കുമ്പോൾ അതെന്തായി അവിടെ സേഫായിട്ട് നിൽക്കും കേട്ടോ. അപ്പം നമുക്ക് റബ്ബർ ബാൻഡിൻ്റെ ഒരു ക്ലിപ്പിൻ്റെ ഒന്നും ആവശ്യമില്ല. പൊടീൻ്റെ ഉള്ളിലേക്ക് ഒന്നും കയറില്ല, പൊടി നാശാവുകയൊന്നും ചെയ്യൂല കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്ക് സൂപ്പറായിട്ട് നമ്മളെ ആ ഒരു പാക്കറ്റ് കിട്ടുകയും ചെയ്യും കേട്ടോ. എങ്ങനെയുണ്ട് ഈ ടിപ്പ്? ഇനി എല്ലാവരും പൊടി കിട്ടുമ്പോൾ ആ ബാക്കി വന്ന കവറൊക്കെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ സൂപ്പറായിട്ട് അവിടെ നിൽക്കും. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം കേട്ടോ. നമുക്കറിയാം നമ്മളെ കയ്യിലൊക്കെ ഉണ്ടാവും സോപ്പ്. മേടിക്കുമ്പോൾ സോപ്പ് എന്തായാലും നമ്മളെല്ലാവരും മേടിക്കുമല്ലോ. അപ്പോൾ കവറുകളൊക്കെ ഉണ്ടാവും അതിൻ്റെ. അപ്പോൾ അതിൻ്റെ ആ കവറൊക്കെ നമ്മളെന്ത് ചെയ്യുക, വലിച്ചെറിയാണ് ചെയ്യുക. പക്ഷേ ഞാനൊരു അടിപൊളി സൂത്രം കാണിച്ചു തരാം കേട്ടോ. ഇനി മുതൽ ആരും സോപ്പിൻ്റെ കവറൊന്നും വലിച്ചെറിയരുത്. ഈ ഒരു ടിപ്പ് ചെയ്താൽ മാത്രം മതി നമ്മുടെ വസ്ത്രങ്ങളൊക്കെ അടിപൊളിയായിട്ട് നിൽക്കും കേട്ടോ. ഈ കവർ കൊണ്ട് അങ്ങനെ ഒരു സൂത്രം ഉണ്ട് നമുക്ക്. നമ്മളാരും അറിയാത്തൊരു ചെറിയൊരു സൂത്രം. ആരൊക്കെ ചെയ്തിട്ടുണ്ട് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അങ്ങനെ ഈ സോപ്പിൻ്റെ കവറുകളൊക്കെ ഉണ്ടല്ലോ, നമ്മളെ ഡ്രസ്സ് വെക്കുന്ന അലമാരേൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നോ, നമ്മൾ അലമാര ഇങ്ങനെ തുറക്കുമ്പോൾ നല്ല സ്മെല്ലാവും കേട്ടോ. ആ ഒരു സ്മെല്ല് അലമാര മൊത്തം ഉണ്ടാവും. നമ്മളെ ഡ്രസ്സിനും തന്നെ ആ ഒരു സ്മെല്ല് കിട്ടും. അപ്പോൾ ഇനി മുതൽ സോപ്പിൻ്റെ കവർ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു. നല്ല സൂപ്പർ ഐഡിയയാണ്. കോഫി പൗഡർ വെച്ചിട്ടുള്ള ടിപ്പാണ് അടുത്തത്. കോഫി പൗഡർ വെച്ച് നിരവധി ടിപ്സുകളുണ്ട്. പക്ഷേ അതിലൊരു ചെറിയൊരു ടിപ്പാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് കേട്ടോ. നമ്മളെ കയ്യിൽ ഈ ചെറിയൊരു കോഫി പൗഡർ മതി കേട്ടോ. നമ്മളെ പച്ചക്കറിയിലൊക്കെ ഉണ്ടാവണ ഉറുമ്പ്, ചാഴി, അതേപോലെ സാധനങ്ങൾക്ക് വേഗം പോകും കേട്ടോ അതിട്ട് കൊടുത്താൽ. അപ്പോൾ അതുള്ള ഭാഗത്ത് നമ്മളിതൊന്ന് ഇട്ട് കൊടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ കാണിച്ചു തരാം. ഈ കറിവേപ്പില ചെടിയിലുണ്ട് കുറച്ച്, കണ്ടോ, ഇതേപോലെ കണ്ടോ ഒരു ചാഴി പോലുള്ള വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ ഒരു കോഫി പൗഡർ ഒന്ന് ആ ഒരു ഭാഗത്ത് വെതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കോഫി പൗഡർ നമുക്ക് നമ്മളെ ചെടികൾക്ക് ഇട്ട് കൊടുക്കുന്നതും വളരെ നല്ലതാണ് കേട്ടോ. ചെടിയുടെ വളർച്ചയ്ക്കൊക്കെ നല്ലൊരു സൂപ്പർ ഒരു ടിപ്പാണ് കോഫി പൗഡർ കേട്ടോ. പ്രാണികളും കീടങ്ങളൊക്കെ ഉള്ള ഭാഗത്ത് ഇങ്ങനെ ഒന്ന് വിതറി കൊടുത്താൽ മാത്രം മതി കേട്ടോ. ഞാൻ എൻ്റെ വീഡിയോയിൽ ടോ എന്നിങ്ങനെ അധികം പറയുമ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടാവണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ പറഞ്ഞാൽ ഓരോ സ്ഥലത്തും ഓരോ രീതികളല്ലേ, സ്ലാങ്ങുകളല്ലേ. അപ്പോൾ അതിനനുസരിച്ചാണ് ഞാനും പറഞ്ഞു പോകുന്നത് കേട്ടോ. പിന്നെ ഞാൻ ചെയ്യണത് അടുത്തത് നമ്മൾ അരിയിലൊക്കെ ഉള്ള ഈ ഒരു പ്രാണികളൊക്കെ അല്ലേ, അതൊക്കെ പോകാനുള്ളൊരു ടിപ്പാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അരിയിൽ അധികം ഉണ്ടാവും, റേഷൻ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരികളിൽ അധികം ഉണ്ടാവും കേട്ടോ ഇതേപോലെയുള്ള പ്രാണികൾ. അത് നമ്മളെ ഒന്ന് വന്നാൽ മതി, പിന്നെ അത് അരിയിൽ അങ്ങനെ നിറഞ്ഞു കൂടും കേട്ടോ. ഇപ്പോൾ ഈ അരിയിൽ കുറവാണ്, പക്ഷേ ഒറ്റൊന്ന് മതി നിറഞ്ഞ് ഉണ്ടാവാൻ, പെരുകാൻ. കുട്ടികളും മക്കളൊക്കെ ആയിട്ട് കുറേ ഉണ്ടാവും. അതില്ലാതിരിക്കാനാണ് ഞാൻ ഈ ഒരു ടിപ്പ് കാണിക്കുന്നത്. 3 ടിപ്പ് ഞാൻ കാണിക്കുന്നുണ്ട് അരിയിലെ പ്രാണികൾ പോകാൻ വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ ചെയ്യുന്നത് അരികളിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ കയ്യിലുള്ള ചിരട്ട മതി കേട്ടോ ഈ ഒരു പ്രാണികളെ ഇല്ലാതാക്കാൻ. ചിരട്ട കുഞ്ഞു പീസാക്കിയിട്ട് അരിയുടെ അടിഭാഗത്തൊക്കെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. നമ്മളെ പ്രാണികളൊന്നും പിന്നെ നമ്മൾ അരിയെ ആക്രമിക്കില്ല. ഞാനത് കട്ട് ചെയ്തിട്ട് ഇടണം. അപ്പോൾ കത്തി തടഞ്ഞിട്ട് കാണാമല്ലോ, അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ മറ്റൊന്ന് നമ്മൾ അരിയിൽ പുഴുക്കളും അതുപോലെ തന്നെ പ്രാണികളൊന്നും വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഗ്രാമ്പുല്ലേ, ഗ്രാമ്പു വെക്കുക കേട്ടോ. ഈ ഗ്രാമ്പു കഷ്ണങ്ങൾ നമ്മൾ അരിയിൽ വെച്ച് കഴിഞ്ഞാലും ഈ ഒരു
പ്രാണികൾ വരില്ല കേട്ടോ. ഇതേപോലെ അരിയിലൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. പിന്നെ ആ ഒരു സ്മെല്ല് ഈ ഒരു പ്രാണികൾക്കും പുഴുക്കൾക്കൊന്നും അത്ര ഇഷ്ടമല്ല. അപ്പോൾ നമ്മൾ അരിയെ ആക്രമിക്കില്ല. ഇനി ഞാൻ കാണിക്കുന്നത് നമ്മളെ ഗോതമ്പിലൊക്കെ വന്നിട്ടുള്ള അരിയിലും വന്നാലും ഇതേപോലെ തന്നെ ചെയ്യാം കേട്ടോ. വന്നിട്ടുള്ള കണ്ടല്ലോ, ഇത്രയും പ്രാണികളുണ്ട് കേട്ടോ. ഗോതമ്പിനെ മൊത്തം നശിപ്പിച്ചു എന്ന് തന്നെയാണ് പറയാം. ആ ഒരു പ്രാണികൾ പോകാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ് കേട്ടോ. ഞാൻ ആ ഒരു പ്രാണികളുള്ള ആ ഒരു ഗോതമ്പിനെ വെയിലത്ത് കൊണ്ടുവന്ന് വെച്ചു. പകുതി തണലെത്തിക്കും വരുന്ന രീതിയിൽ, പകുതി വെയിലെത്തിക്കും എത്തുന്ന രീതിയിൽ കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യും, വെയിലുള്ള ഭാഗത്തു നിന്ന് വെയിലില്ലാത്ത ഭാഗത്തേക്ക് മെല്ലെ നീങ്ങി പോകും കേട്ടോ. കണ്ടോ, ഇതേപോലെ പോകും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ നമ്മളെ ആ ഒരു അരിയിലും ഗോതമ്പിലൊക്കെ ഉള്ള പ്രാണികൾ പെട്ടെന്ന് തന്നെ എന്തായി കിട്ടും, ഗോതമ്പിൽ നിന്നും അരിയിൽ നിന്നൊക്കെ പോയി കിട്ടും. വെയിലത്ത് നല്ല വെയിലത്തൊന്നും കൊണ്ടുവയ്ക്കരുത് കേട്ടോ, കാരണം മറ്റുള്ളതിൽ ചത്തൊതുങ്ങും. അപ്പോൾ ഇതേപോലെ ചെയ്താൽ വേഗം തന്നെ ആ പ്രാണികൾ പോയി കിട്ടും. കാരണം ഞാൻ ഗോതമ്പ് വെച്ചിട്ടുള്ളത് വെയിലുള്ള ഭാഗത്തും പിന്നെ അതുപോലെ തന്നെ അവർക്ക് പോവാൻ ഒരു തണുപ്പും ഉണ്ട് കേട്ടോ. ഇപ്പോൾ തണുപ്പുള്ള ഭാഗത്തേക്ക് മെല്ലെ പോകണമുണ്ട് കണ്ടോ. അപ്പോൾ എൻ്റെ ഗോതമ്പിലുള്ള പ്രാണികളൊക്കെ താനോട് പോയിട്ടോ. അപ്പം ഇതേപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. നമ്മൾ വെറുതെ ആ ഒരു ഗോതമ്പിനെ നശിപ്പിക്കരുത്. എൻ്റെ ഗോതമ്പ് നല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട്. എനിക്ക് കഴുകി ഉണക്കാം. ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ഗോതമ്പും അരിയൊക്കെ വൃത്തിയാക്കൽ കേട്ടോ. ഇത് പിന്നെ എനിക്ക് മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് ഉണക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ട് സംഭവിച്ചു പോയതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മളെ കയ്യിൽ നല്ല സ്മെല്ലുള്ള സോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഓരോ കഷ്ണങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കൊരു ചെറിയൊരു ബോക്സിലൊക്കെ ഇട്ട് വെച്ചിട്ട് ആ ബോക്സിന് ഹോളൊക്കെ ഇട്ട ശേഷം നമുക്ക് അലമാരയിൽ കൊണ്ടുവച്ചാൽ എന്ത് ചെയ്യാം, നല്ല സ്മെല്ല് കിട്ടും കേട്ടോ. അലമാര തുറക്കുമ്പോൾ ഡ്രസ്സിനാണെങ്കിലും അലമാരയ്ക്കാണെങ്കിലും നല്ലൊരു സ്മെല്ല് കിട്ടും അത് തുറക്കുമ്പോൾ, ഡ്രസ്സൊക്കെ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോഴൊക്കെ കേട്ടോ. പിന്നത്തെ ഒരു ടിപ്പാണ്, നമ്മളെ പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ പൊട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഒട്ടിച്ചെടുക്കാം കേട്ടോ. ഇനി പ്ലാസ്റ്റിക് പാത്രങ്ങളൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കേണ്ട ഒരു ആവശ്യം വരില്ല. ഈ ഒരു ടിപ്പ് മാത്രം ചെയ്താൽ മതി കേട്ടോ. നമ്മളെ വീട്ടിലൊക്കെ വെറുതെ കളയണ ഒരു സാധനം മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് നമ്മളെ സൂപ്പർ ഗ്ലൂ ആണ് കേട്ടോ. സൂപ്പർ ഗ്ലൂ മാത്രം വെച്ച് ഒട്ടിച്ചാൽ അത് പോരും കേട്ടോ. പക്ഷേ അതിൽ പ്രധാന സാധനം എന്ന് പറയുന്നത് നമ്മളെ തെർമോക്കോളാണ് കേട്ടോ. തെർമോക്കോളിൻ്റെ പീസ് നമ്മളെ പൊട്ടിയ ഒരു ഭാഗത്തിന് അനുസരിച്ചൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഒട്ടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു തെർമോക്കോൾ ആദ്യം നമ്മൾ പശ തേക്കുക, പൊട്ടിയ ഭാഗത്തുനിന്ന് പശ തേച്ചിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ തെർമോക്കോൾ വെച്ചിട്ട് പിന്നെ ആ ഒരു തെർമോക്കോളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് പശ ഒന്ന് ഒറ്റിച്ച് കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ല വൃത്തിയിൽ ഒട്ടിക്കിട്ടും കേട്ടോ. പിന്നെ ഒരിക്കലും ആ ഒരു ഇത് പോരൂല കേട്ടോ. അപ്പം ഞാൻ ടെസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, ഫസ്റ്റ് ഞാൻ വെള്ളം ഒഴിച്ചപ്പോൾ വെള്ളമൊക്കെ ഒഴുകി പോയെന്നു. ഇപ്പോൾ കണ്ടില്ലേ, വെള്ളം ഒട്ടും തന്നെ പുറത്തേക്ക് പോകണില്ല. അപ്പോൾ ഇത് സൂപ്പറാണ് കേട്ടോ. എനിക്ക് വർക്കായ ഒരു ടിപ്പാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായിട്ട് ഇങ്ങനെ ഈ ഒരു റിസൾട്ട് കിട്ടിയപ്പോൾ. പിന്നെ അടുത്തൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മളെ കയ്യിലുള്ള ഒരു പഴയ കുക്കർ വെച്ചിട്ട് ചെയ്യാമെന്ന് ഞാൻ തമ്മിൽ പറഞ്ഞില്ലേ, ആ ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ നമ്മളെ കയ്യിലുള്ള പഴുക്കാത്ത പഴങ്ങളൊക്കെ ഉണ്ടാവില്ലേ, നേന്ത്രപ്പഴമായാലോ ചിക്കു ആയാലോ സപ്പോട്ട, അതുപോലെ തന്നെ എന്താ പറയുക സീതപ്പഴം, അങ്ങനത്തെ പഴങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ പഴുപ്പിച്ചെടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ പഴം കുക്കറിക്ക് വെച്ചു കേട്ടോ. നമ്മൾ കുക്കറിക്ക് വെച്ച ശേഷം നമ്മൾ എന്ത് ചെയ്യണം, ഈ കുക്കറിൻ്റെ പഴത്തിൻ്റെ മേലായിട്ട് കണ്ടോ ഇതേപോലെ ഒരു പാത്രം വയ്ക്കുക, ചെറിയൊരു പാത്രം വെച്ച ശേഷം പിന്നെ അതിലേക്ക് വേണ്ടത് ഇതേപോലെ ഒരു പേപ്പർ കഷ്ണം കേട്ടോ. ആ പേപ്പർ കഷ്ണം മെല്ലെ ഒന്ന് കത്തിക്കുക. ഇതേപോലെ ഒന്ന് കത്തിച്ച ശേഷം പിന്നെ എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു പുകയൊക്കെ ഒന്ന് കളഞ്ഞ ശേഷം നമ്മൾ ആ ഒരു പാത്രത്തിലേക്ക് ഇറക്കി വെക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു പുക ആയില്ലേ. അപ്പോൾ ആ ഒരു പുകയോട് കൂടി തന്നെ നമ്മൾ എന്ത് ചെയ്യണം, കുക്കറിൻ്റെ അടപ്പെടുത്ത് മൂടി വെക്കണം. ഇതേപോലെ മൂടി വയ്ക്കുക, വിസിലൊന്നും ഊരെടുത്തിട്ടോ. ഇതേപോലെ മൂടി വെച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനിയിപ്പോൾ രാവിലെ ആണെങ്കിൽ രാവിലെ തുറന്നാൽ മതി, അല്ലെങ്കിൽ രാവിലെ തുറക്കണമെന്ന് നല്ലത്. ഇപ്പം നമ്മൾ ഇന്ന് മൂടി വെച്ച ശേഷം നാളെ തുറന്നാൽ അത്രയും നല്ലത്. എന്തായാലും ഒരു ദിവസം ടൈം കൊടുക്കുന്നത് ഏറ്റവും നല്ലതാവും. അപ്പോഴാണ് നമുക്ക് ശരിക്കുള്ള റിസൾട്ട് കിട്ടുക. നമ്മൾ പണ്ടൊക്കെ പഴം പഴുക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പഴമല്ല, അപ്പം നമുക്ക് ചിക്കു ആണെങ്കിലും സപ്പോട്ട അതുപോലെ മുട്ടപ്പഴം അങ്ങനത്തെ പഴുക്കാൻ നമ്മൾ എന്ത് ചെയ്യുക, അരിയിൽ പൂഴ്ത്തി വയ്ക്കുക, വെണ്ണയിൽ പൂഴ്ത്തി വയ്ക്കുക എന്നൊക്കെ ചെയ്യൂലേ. അപ്പോൾ അതിനൊന്നും ആവശ്യമില്ല, ഇതേപോലെ ചെയ്താൽ നമുക്ക് സൂപ്പറായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പൊന്ന് ഉപയോഗിച്ച് നോക്കുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.